CPM-ന്റെ നേതാവ് M.M. മണിയാണ് ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് വലിയ വിവാദ പരാമർശം നടത്തിയത്. CPM തന്നെ അത് തള്ളിപ്പറയുകയും അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് UDF നേതാക്കളൊക്കെ വലിയ വിമർശനവും അത് തെരഞ്ഞെടുപ്പിൽ പോലും വലിയ നഷ്ടമുണ്ടാക്കിയതാണ് എന്നതുകൂടിയുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സർക്കാരിനെ ജനങ്ങൾ തള്ളിപ്പറഞ്ഞതാണ് അദ്ദേഹം പിന്നീട് വലിയ ആയുധമാക്കിയത്. സമാനമായിട്ടല്ലേ മറ്റൊരു UDF മിനിസ്ട്രിയിലെ ഒരു മന്ത്രി വന്ന് നിലപാടെടുക്കുന്നത്? CP ജോണിൻ്റെ ഈ നിലപാടിനോട് മറ്റ് മന്ത്രിസഭാംഗങ്ങളും സർക്കാരും UDF-ഉം കോൺഗ്രസും ഒക്കെ യോജിക്കുമോ? എന്തെങ്കിലും ചർച്ച ഉണ്ടാവുന്നുണ്ടോ ഇക്കാര്യത്തിൽ? സഹിത്ത് UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ സൗജന്യ യാത്ര എന്നുള്ളത്. അത് ആദ്യ മന്ത്രിസഭാ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ത്രീകൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു തീരുമാനം അത് നടപ്പാക്കിയപ്പോൾ വലിയ കയ്യടിയാണ് VD സതീശനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ലഭിച്ചത്. അതിനെ നേതൃത്വം നൽകിയ മന്ത്രിയാണ് CP ജോൺ, ഗതാഗത വകുപ്പ് മന്ത്രി എന്നില്ല. അദ്ദേഹം തന്നെ പദ്ധതിയെ തള്ളിപ്പറയുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പദ്ധതി തന്നെ വേണ്ടിയിരുന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല സ്ത്രീകളെ പൊതുവിൽ അവഹേളിക്കുന്ന ഒരു പ്രസ്താവന കൂടിയായതിനെ കാണണം. CP ജോൺ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾ കൂടിയാണ്. അത്തരമൊരു പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ് CP ജോൺ. അങ്ങനെ ഒരു നേതാവാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പദ്ധതി എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നതിനെതിരെ ഈ രീതിയിൽ സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലൊരു പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഇതിൽ പ്രതികരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CP ജോണിനെ പൂർണ്ണമായും തള്ളിക്കളയാതെ മറ്റു വഴികൾ ഈ വിഷയത്തിൽ സർക്കാർ മുന്നിലില്ല എന്നുള്ളതാണ്. മാത്രമല്ല മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നത് മാത്രമല്ല ആശുപത്രിയുടെ വരാന്തകളിൽ പോയി സാധാരണക്കാർ കിടക്കുന്നു എന്നത് അങ്ങേയറ്റം അവഹേളനപരമായാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അതിന്റെ കാരണമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. സ്വാഭാവികമായും സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ്. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയാണ് അത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവിടെ പോയി കിടക്കുന്നത് ആശുപത്രിയിൽ അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രി പോകില്ല, പകരം സർക്കാർ ആശുപത്രി വരാതിരി കിടക്കും. എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് വ്യക്തമല്ല. ആളുകൾ അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകണമോ? സ്വകാര്യ ആശുപത്രിയുടെ ബ്രാൻഡ് അംബാസഡറാണോ CP ജോൺ എന്ന മന്ത്രി എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു അദ്ദേഹം പറയുമ്പോൾ. തീർച്ചയായിട്ടും ഇവിടെ അതിശയിപ്പിക്കുന്നത് CP ജോൺ എന്ന CMB നേതാവിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഈ പ്രതികരണമാണ്. ജനങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോകേണ്ടതാണ് അദ്ദേഹം പറയുന്നത്. സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നതിന് അദ്ദേഹം ആ രീതിയിൽ അവിടെ ചേർക്കാത്ത അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ല, ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ട് ഫീസ് തള്ളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അത് മാത്രമല്ല ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അത് ആശ്രയം ജീവിക്കുന്ന ജനങ്ങളെ ഒന്നടങ്കം തള്ളിപ്പറയുന്ന ഒരു പ്രസ്താവനയാണ് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. UDF-ന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്ടിനെ അവരുടെ പൈലറ്റ് പ്രോജക്ട് തള്ളിപ്പറയുക മാത്രമല്ല സ്ത്രീകളെയും പാവപ്പെട്ട ജനങ്ങളെയും അങ്ങേയറ്റം അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് CP ജോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അരുൺ, ഇതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിക്കണം. അവരുടെ വാക്കുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്ത് കൊടുക്കുന്ന സൗജന്യത്തിൻ്റെ കണക്ക് പറയുക, അതല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോകുന്നവർ വരാന്തയിൽ കിടക്കുന്നവരാണെന്ന് അധിക്ഷേപിക്കുക, ഇതൊക്കെ CP ജോണിനെ പോലെ ഒരു മന്ത്രി ചെയ്യുമ്പോൾ ഇതിൽ സർക്കാർ കൂടി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. CP ജോൺ ഇന്നലെ നടത്തുന്ന ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ അദ്ദേഹം പങ്കെടുത്ത വേദി KSRTC-യിലെ ജീവനക്കാരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വേദി കൂടിയാണ്. അപ്പോൾ ആ വേദിയിൽ അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തുമ്പോൾ ഈ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി കൂടി അദ്ദേഹം പരാമർശിക്കുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പ്രിയദർശിനി പദ്ധതി തുടരുമോ ഇല്ലയോ എന്നൊരു ആശങ്ക കൂടി നേരത്തെ PK ശ്രീമതി അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ തള്ളിപ്പറയാതെ CP ജോണിനെ തള്ളിപ്പറയാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലേക്ക് തന്നെ UDF-ന് പോകേണ്ടി വരുമോ? അരുൺ, ചോദ്യം അരുൺ അരുൺ മുമ്പ് സൂചിപ്പിച്ചു CP ജോൺ വെറും ഒരു മന്ത്രിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CMB-യുടെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രി കൂടിയാണ്. സ്വാഭാവികമായും സൗജന്യങ്ങൾ സർക്കാരിൻ്റെ ജനങ്ങളുടെ അവകാശമാണെന്ന് വാദമുയർത്തുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹമാണ് ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. അപ്പോൾ UDF-ന് ഇത് തള്ളിപ്പറയാതെ മാർഗമില്ലെന്ന അവസ്ഥയിലേക്ക് പോകുമോ? അതല്ലെങ്കിൽ പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണോ ഇദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിച്ചതെന്ന്? കാരണം ഇന്നലെ അദ്ദേഹം പങ്കെടുത്തത് KSRTC ജീവനക്കാരുടെ ഒരു സമ്മേളന വേദിയിൽ കൂടിയാണ് അദ്ദേഹം ഈ വാക്കുകൾ പ്രയോഗിച്ചത്.
തീർച്ചയായിട്ടും സർക്കാർ നിലപാടായി ഇത് മന്ത്രി പറഞ്ഞതാണ്. സ്വാഭാവികമായും മന്ത്രിമാർ പറയുന്നത് സർക്കാരിന്റെ കൂടി നിലപാടാണ്. ഈ പ്രിയദർശിനി പദ്ധതി വന്നപ്പോൾ തന്നെ ഇത് വലിയ നഷ്ടമായി മാറുമെന്ന വലിയ പല മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകളുടെ വലിയ കൈയടിയാണ് സർക്കാരിന് കിട്ടിയത്. ഒരു സർക്കാരും ചെയ്യാൻ ധൈര്യം കാട്ടും. സംസ്ഥാനത്ത് ഒരു സർക്കാരും ജനകീയ സർക്കാരെന്നും അല്ലെങ്കിൽ പാവങ്ങളുടെ സർക്കാരെന്നും ഒക്കെ എപ്പോഴും അവകാശപ്പെടുന്ന ഇടത് സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്തൊരു വിപ്ലവകരമായ അക്ഷരാർത്ഥ വിപ്ലവകരമായ തീരുമാനമാണ് UDF സർക്കാർ നടപ്പാക്കിയത്. അത് നഷ്ടമാകും. KSRTC പൊതുവിൽ നഷ്ടത്തിലോടുന്ന സ്ഥാപനമാണ്. അത് വീണ്ടും നഷ്ടത്തിലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരമൊരു വിപ്ലവകരമായ തീരുമാനമാണ് VD സതീശൻ സർക്കാർ ഏറ്റെടുത്തത്. അത് നടപ്പാക്കി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ബാധ്യത കൂടി വന്നുകൊണ്ടാകാം പലയിടങ്ങളിലും വലിയ രീതിയിൽ സ്ത്രീകളുടെ എണ്ണം ബസ്സുകളിൽ കൂടുന്നു, ബസ്സിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ആളുകൾ കയറുന്നുവെന്ന പരാതിയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടാകാം ഒരുപക്ഷെ മന്ത്രി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിലാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന. ആരെ സുഖിപ്പിക്കാനാണ്, ആർക്കു വേണ്ടിയാണ് പ്രസ്താവന എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യമുണ്ടെന്ന കാര്യമൊക്കെ വ്യക്തമാക്കേണ്ടത് CP ജോണും സർക്കാരും തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഈ ബസ്സുകൾ മാത്രമല്ല സ്വകാര്യ ആശുപത്രിയുടെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങേയറ്റം അവഹേളനപരമെന്ന് കൂടി കാണേണ്ടതുണ്ട്. സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നത് അത്ര കുറഞ്ഞ കാര്യമാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് അവകാശപ്പെടുന്ന ഈ മന്ത്രിക്ക് അതിലെങ്ങനെയാണ് ഒരു കുറവായി തോന്നിയത്? നമുക്കറിയാം CP ജോണിന് കാത്തിരുന്ന് കിട്ടിയ ഒരു മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെയാണ്. അദ്ദേഹം പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴാണ് ജനപ്രതിനിധിയായി എത്തുന്നത്. അത്തരമൊരു കിട്ടിയ അവസ്ഥയിൽ ഇങ്ങനെയാണോ ആളുകളോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ആളുകളെ പരിഗണിക്കേണ്ടത് എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന പദ്ധതിയെ അത് ആരംഭിച്ച് ആഴ്ചകൾക്കുള്ളിൽ ജൂലൈ 15 ആരംഭിച്ച് ഒരു മാസം മാത്രം പിന്നിട്ടപ്പോൾ 2ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു മന്ത്രി തള്ളിപ്പറയുകയാണോ ചോദ്യമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. സർക്കാരിന് ചെറുതല്ലാത്ത തിരിച്ചടി വിവാദം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഇതിൽ നിന്ന് എങ്ങനെ കരകയറും, അല്ലെങ്കിൽ CP തിരുത്തി പറയാൻ തയ്യാറാകുമ്പോൾ താൻ ഉദ്ദേശിച്ചാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതെന്ന പതിവ് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പല്ലവിയും ആ ഒരു വിസ്തീർണമാകാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ മാത്രം പറഞ്ഞ് പിന്തിരിയാൻ കഴിയുന്ന കാര്യമല്ല. വളരെ കൃത്യമായാണ് മന്ത്രി ഇതിലെ കാര്യങ്ങൾ പറയുന്നത്. സർക്കാർ KSRTC നഷ്ടത്തിലേക്ക് പോകുന്നതിന്റെ സങ്കടമാകാം, അല്ലെങ്കിൽ ഈ പദ്ധതി തന്നെ വേണ്ട എന്ന അദ്ദേഹത്തിന്റെ ഒരു നിലപാടാകാം. ഏതായാലും ഇതിൽ കൃത്യമായ വിശദീകരണം വരേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്, സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. ഇത് ഗതാഗത മന്ത്രിയുടെ നിലപാട്. അദ്ദേഹം UDF ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു ഘടകകക്ഷിയുടെ നേതാവ് മാത്രമാണ്. കോൺഗ്രസിന്റെ അഭിമാന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ പ്രകടന പത്രിക, രാഹുൽ ഗാന്ധി അടക്കം പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ ഭാഗമായി വന്ന ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്, വാഗ്ദാനമായിരുന്നു. അത് ഒരു പരിമിതമായെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞത് ആ രീതിയിൽ അഭിനന്ദിക്കപ്പെട്ട ഒന്നുമാണ്. ആ പദ്ധതിയാണ് ഇപ്പോൾ CP ജോൺ തന്നെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായി വളരെ പ്രതീക്ഷയോടുകൂടി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെയാണ് ഇങ്ങനെ ഒരു മന്ത്രി തന്നെ, ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത്, അപമാനിക്കുന്നത്. അതാണ് സാഹചര്യം. UDF പ്രതികരിക്കണം, മുഖ്യമന്ത്രി പ്രതികരിക്കണം ഈ വിഷയത്തിൽ നിന്നാണ് സാഹചര്യം. അരുൺ ഒന്ന് തുടരുക. ഒരു കാര്യം വ്യക്തമാണ്, CP ജോൺ എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് ഇപ്പോഴാണെങ്കിലും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതാണ്. CPM-ൽ നിന്നും പിന്നീട് CMB-യിൽ നിന്നും കൃത്യമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ആ രീതിയിൽ പ്രവർത്തിച്ച പാരമ്പര്യമാണ്. സംസ്ഥാനത്തിൻ്റെ പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന വ്യക്തിയാണ്. എന്താണ് ജനങ്ങളുടെ സേവനം, എന്താണ് സർക്കാരിൻ്റെ ദൗത്യം, ഏത് രീതിയിലുള്ള സൗജന്യങ്ങളാണ് സർക്കാർ ഒരു സമൂഹത്തിന് നൽകേണ്ടത്, അത് ജനങ്ങളുടെ അവകാശമാണ്. ഇതൊന്നും CP ജോണിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ ആ CP ജോണാണ് ഈ തരത്തിലുള്ള പരാമർശം നടത്തിയത്. അദ്ദേഹം കൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി CP ജോൺ വാക്കുകളൊന്ന് കേൾക്കാം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട്
മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിക്കി തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇതാണ് CP ജോണിന്റെ വാക്കുകൾ. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായ ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹം നടത്തണം, രാഷ്ട്രീയ നേതാക്കൾ നടത്തണം, കൂടുതൽ വ്യക്തത വരുത്തണം. സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി തന്നെയാണ് ഇക്കാര്യം പരാമർശം നടത്തുന്നത്. സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് അവകാശപ്പെടുന്ന പ്രിയദർശിനി പദ്ധതിയെ ആ വകുപ്പിലെ മന്ത്രി തന്നെ നൽകുന്ന സൗജന്യം സ്ത്രീകൾ തള്ളിക്കയറുന്നു, അവരെ അധിക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം കൂടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവുന്നത്. ഒപ്പം സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരെ വരാന്തയിൽ കിടക്കുന്നവരായി ചിത്രീകരിക്കുന്നത് എന്നത് ഒരു മന്ത്രിയാണ് എന്നതുകൂടി ഓർക്കുക. ആ രീതിയിലുള്ള ഗുരുതര പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.